നെക്സ്റ്റ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള പേപ്പറിലെ മൊഡ്യൂൾ 1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 1 റൊമാൻറ്റിസിസത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. റൊമാൻറ്റിസിസത്തിനകത്തു നിന്നുള്ള തീംസും പിന്നെ കുറച്ച് കോൺസെപ്റ്റുകളും ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ ഓട്ട്വേ നൈറ്റിംഗേളും പിന്നെ കാസ്പർ ഡേവിഡ് ഫ്രെഡറിക്കിൻ്റെ വാണ്ടറർ എബൌട്ട് ദ സീ ഫോഗ്, മാൻ ആൻഡ് വുമൺ കണ്ടംപ്ലേറ്റിംഗ് ദ മൂൺ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാറുണ്ട്. അപ്പോൾ ഓട്ട്വേ നൈറ്റിംഗേൾ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കാസ്പറിൻ്റെ അത് നോക്കാം, പിന്നെ ആ കോൺസെപ്റ്റുകൾ നോക്കാം. സോ കോൺസെപ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റൊമാൻറ്റിസിസത്തിലെ കീ തീംസ് എന്തൊക്കെയാണ്? അപ്പോൾ റൊമാൻറ്റിസിസം അല്ലെങ്കിൽ റൊമാൻറ്റിസിസം എന്ന് പറയുമ്പോൾ ബാക്ക് ടു നേച്ചർ അല്ലെങ്കിൽ റിട്ടേൺ ടു നേച്ചർ എന്നാണ്. പ്രകൃതിയിലേക്ക് മടങ്ങുക പോലെയുള്ള തീംസ് ആയിരിക്കും ഇതിനകത്ത്. അതായത് അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള പോംസിനകത്ത് നമ്മൾ നേച്ചറിനെ കുറിച്ചുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ നേച്ചർ ഒരു എലമെൻ്റ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. നേച്ചർ എന്ന് പറയുന്നത് അതായത് നേച്ചറിനെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് അല്ലെങ്കിൽ നേച്ചറിന് തന്നെയുള്ള ടെറിഫയിങ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ കുറിച്ചായിരിക്കും ഇത് സംസാരിക്കുന്നത്. നേച്ചറിനെ വളരെ പവർഫുൾ ആയിട്ടും മിസ്റ്റീരിയസ് ആയിട്ടും ഹ്യൂമൻ ഇമോഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മിറർ ആയിട്ടായിരിക്കും നേച്ചറിനെ പോർട്രേ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് നേച്ചറിനെ കുറിച്ചുള്ള നല്ല രീതിയിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് കഥകളിലാണെങ്കിലും കവിതകളിലാണെങ്കിലും കാണാം. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസം ആണ്. ഇൻഡിവിജ്വലിസം എന്ന് പറയുമ്പോൾ നേച്ചറിനെ നമ്മൾ ബാക്ക് ടു നേച്ചർ എന്നുള്ള കോൺസെപ്റ്റിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡിവിജ്വൽസിൻ്റെ സെൽഫ് വർത്ത് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സെൽഫ് റിലയൻസ്, നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ, നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുക, നമ്മളെ തന്നെ നമുക്കൊന്ന് സെൽഫ് അനാലിസിസ് ചെയ്യുക, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് റൊമാൻറ്റിസിസത്തിൽ ഉണ്ട്. അതായത് ഇൻഡിവിജ്വലിൻ്റെ ഇമോഷൻസിന്, തോട്ട്സിന്, എക്സ്പീരിയൻസിന് ഫോക്കസ് ഒരുപാട് കൊടുത്തു. പേഴ്സണൽ ഫ്രീഡത്തിനും അതുപോലെ തന്നെ സബ്ജക്റ്റിവിറ്റി, അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ്, സബ്ജക്റ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ്, ഒരു സെൽഫ് എക്സ്പ്രഷന് ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ എന്താണ് ഇന്നർ ഫീലിങ്സിന് ഉള്ള ഒരു എക്സ്പ്ലോറേഷൻ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു റൊമാൻറ്റിസിസത്തിൽ കാണാം. ദെൻ ഇമാജിനേഷനാണ് അടുത്ത പോയിന്റ്. ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ ഇമാജിനേഷനെ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ സോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ലോജിക്കിനും റീസണിനും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇമാജിനേഷനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. അതായത് റൊമാൻറ്റിസിസം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ഇമാജിനേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ അല്ലാതെ അതായത് ലോജിക്കിനും റീസണിനും അല്ല, ട്രൂത്ത് ആൻഡ് ക്രിയേറ്റിവിറ്റിക്കാണ്. പിന്നെ അതുപോലെ തന്നെ ആർട്ടിനെയും ലിറ്ററേച്ചറിനെയും എന്താണ് ഫാൻറ്റസി അല്ലെങ്കിൽ ഡ്രീം ലൈക്ക് എലമെൻറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ത്രൂ ഇന്നർ സെൽഫ്, അതായത് നമ്മുടെ സെൽഫിനെ നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക, നമ്മുടെ കുറ്റവും കുറവും നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ട്രഡീഷനെതിരെയുള്ള റിബല്യൻ, അതായത് റീസണിനെതിരെ നമ്മുടെ പിന്നെ ഈ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ റീസണിനും ലോജിക്കിനും മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇതിനകത്തെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇമാജിനേഷനാണ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിക്കാണ് അല്ലെങ്കിൽ സബ്ജക്റ്റിവിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ആ ഒരു ട്രഡീഷനെതിരെ അല്ലെങ്കിൽ ഒരു റിബല്യൻ ആയിട്ടാണ് റൊമാൻറ്റിസിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മെറ്റീരിയലിസം, ഈ സോഷ്യൽ സ്ട്രക്ചേഴ്സ്, പിന്നെ ചില കൺഫേംഡ് ആയിട്ടുള്ള ചില റൂൾസും റെഗുലേഷൻസും, ഇതിനെല്ലാം എന്ത് ചെയ്തു, ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ മെഡീവൽ കൾച്ചർ, മിത്ത്, ഈ ഫോക്ലോർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കൂടി വന്നു. പിന്നെ ഗോതിക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പം ഈ മിസ്റ്ററി അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലമെൻറ്റ്സിനാണ് നമ്മൾ ഗോതിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ കാസിലിൽ നടക്കുന്ന ചില കഥകളൊക്കെ ഉണ്ടല്ലോ, ഈ ഡ്രാക്കുള പോലെയൊക്കെ, അതൊക്കെ എന്ന് വെച്ചാൽ ഗോതിക് ഹൊറർ സ്റ്റോറിയാണ്. നിങ്ങൾ ഒരു ഡ്രാക്കുള പോലത്തുള്ള സിനിമ തന്നെ ആലോചിച്ച് നോക്കുക. അതൊരു വലിയ കാസിലായിരിക്കും ഇത് ഹാപ്പൻ ചെയ്യുന്നത്. ഫുൾ ഡാർക്ക്നെസ്, ഗ്ലൂമിനെസ്, വവ്വാൽ അല്ലേ, ബാറ്റ്, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, പിന്നെന്താ പറയുക, പിന്നെ സഡനായിട്ട് ഒരാൾ അപ്പിയർ ചെയ്യുന്നു, സഡനായിട്ട് കുറേ ആളുകൾ ഡിസപ്പിയർ ആവുന്നു, മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഹാപ്പൻ ചെയ്യുന്നു. ഇതാണ് ഗോതിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡാർക്ക് അല്ലെങ്കിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിലായിരിക്കും ഇത് ഹാപ്പൻ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ ഫിയർ അല്ലെങ്കിൽ വണ്ടർ അല്ലെങ്കിൽ ഒരു ഭയങ്കര സാഡ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗോതിക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ഗോതിക് ആയിട്ടുള്ള വർക്ക്സ് ആ സമയത്ത് പോപ്പുലർ ആയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാസ്പർ ഡേവിഡ് ഫ്രെഡറിക്കിൻ്റെ വർക്കാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് കാസ്പർ പിന്നെ ആരാണെന്ന് നോക്കാം. കാസ്പർ ഡേവിഡ് ഫ്രെഡറിക്ക് ആരാണെന്ന്. അദ്ദേഹം ഒരു ജർമ്മൻ റൊമാൻറ്റിക് പെയിൻറ്ററാണ് കേട്ടോ. ഈ നല്ല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പുകളൊക്കെ വരയ്ക്കുന്ന മനുഷ്യനാണ് ഈ കാസ്പർ.
അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് നമുക്ക് നേച്ചറിനെ കുറിച്ച്, ലോൺലിനെസ്സിനെ കുറിച്ചൊക്കെ നമുക്ക്, അതായത് സ്പിരിച്വലായിട്ടും ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് നേച്ചർ ഒരു വലിയ എലമെൻ്റാണ്, പവർ ഓഫ് നേച്ചർ, അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ഫോഴ്സായിട്ട്. അതിനകത്ത് ഹ്യൂമൻ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാം ചെറിയ ചെറിയ അല്ലെങ്കിൽ ഡ്വാർഫ് ലൈക്ക് ഹ്യൂമൻ ഫിഗേഴ്സ് ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സിനകത്തൊക്കെ ഉള്ളത്. അതായത് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്ന വളരെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് എന്നാണ് പറയുന്നത്. നേച്ചറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്. സോ നേച്ചറിനോടൊപ്പം ഹ്യൂമൻ ബീയിങ്സിനെ വരയ്ക്കുമ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ആയിരിക്കും എപ്പോഴും ഭയങ്കര ചെറുതാക്കിയായിരിക്കും അദ്ദേഹം വരയ്ക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളങ്ങ് ഒന്നുമല്ല നേച്ചറിൻ്റെ മുമ്പിൽ എന്ന് കാണിക്കാൻ. ഇനി അടുത്തതെന്ന് വെച്ചാൽ സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ സോളിറ്ററി ഫിഗേഴ്സ് ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്തെല്ലാം നമുക്ക് ഒറ്റയ്ക്ക് കുറേ ആളുകൾ നിൽക്കുന്ന കുറേ ഫിഗേഴ്സ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ സ്പിരിച്വാലിറ്റി, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള നേച്ചറും ഗോഡും തമ്മിൽ, അല്ലെങ്കിൽ ഡെത്ത്, എറ്റേണിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പെയിൻറ്റിങ്സിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഫോഗ്, അതുപോലെ തന്നെ ഈ ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ ട്രീസ്, മൂൺ ലൈറ്റ്, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിനകത്ത് കാണാൻ സാധിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കേണ്ട ഇപ്പോൾ ഏതാണ്, വാണ്ടറർ എബൌവ് ദ സീ ഓഫ് ഫോഗ്. അപ്പോൾ അത് നോക്കിക്കോളൂ. വാണ്ടർ എബൌവ് ദ സീ ഓഫ് ഫോഗ് 1818 അത് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ്, ഒരു ഒറ്റയ്ക്കൊരു ഫിഗർ ഒരു റോക്കി മൗണ്ടൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. ഒരു ഫോഗ് കൊണ്ട് നിറഞ്ഞ ഒരു ലാൻഡ്സ്കേപ്പിലോട്ട് ഈ ഒറ്റയ്ക്കുള്ള ഫിഗർ, ഒരു ലോൺലി ഫിഗർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അയാൾ ഡാർക്ക് ഡ്രസ്സിലാണ് നിൽക്കുന്നത്. അയാളൊരു വാണ്ടററാണ്, അലഞ്ഞിരിഞ്ഞ് കിടക്കുന്നൊരു മനുഷ്യനാണ്, അയാളൊരു ട്രാവലറാണെന്ന് പറയാം. അയാൾ ഡാർക്ക് ഫോർമൽ ക്ലോത്തിങ്ങിലാണുള്ളത്. ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഇയാളുടെ കയ്യിലുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മൗണ്ടൻസും ക്ലിഫും എല്ലാം ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്, ആ ഫോഗിൻ്റെ ഇടയിൽ കൂടെ, മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ. ഇനി ഇതിനകത്ത് വരുന്ന എന്താണ്, നേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. നേച്ചർ വളരെ വാസ്റ്റാണ്, അൺടൈംഡ് ആണ്, അതിനെ മെരുക്കാൻ പറ്റുകയില്ല, അത് മജസ്റ്റിക് ആണെന്നും ഹ്യൂമൻ ബീയിങ്സ് നേച്ചറിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു കാര്യമാണെന്നും പറയുന്നുണ്ട്. ഇനി ഈ ഒരു ഫിഗർ ഉണ്ടല്ലോ, അതൊരു റൊമാൻറ്റിക് ഹീറോയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫിഗറാണ്. അതായത് അയാൾ ഒറ്റയ്ക്ക് നിൽക്കുവാണ്. അപ്പോൾ അയാൾ എന്തോ ഇയാളുടെ കാര്യങ്ങൾ തന്നെ ആലോചിച്ച് നിൽക്കുവാണ്, ഇൻട്രോസ്പെക്റ്റീവാണ്, സോളിറ്ററി ആയിട്ടുള്ള ഇൻഡിവിജ്വലാണ്. അയാളെ മീനിങ് എന്തോ സീക്ക് അയാളുടെ ജീവിതത്തിൻ്റെ അർത്ഥം തേടി ചിലപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ അയാൾ ജീവിതത്തിലെടുത്ത ഡിസിഷൻസിനെ കുറിച്ച് കണ്ടംപ്ലേറ്റ് ചെയ്തിരിക്കുമായിരിക്കും. പിന്നെ ഫോഗ് എന്ന് പറയുന്ന മിസ്റ്ററി അല്ലെങ്കിൽ അൺനോണിനെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പം ഇദ്ദേഹം സാധാരണ പെയിൻറ്റിങ്ങിലൊക്കെ നമുക്ക് ഇപ്പം ഹ്യൂമൻ ബീങ്സിലൊക്കെ വരയ്ക്കുമ്പോൾ നല്ല വലുതാക്കിയൊക്കെ ആയിരിക്കും വരയ്ക്കുന്നത്, നേച്ചറിനെ ആയിരിക്കും ചെറുതാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നേരെ തിരിച്ചാണ്. അപ്പോൾ അതെന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മാത്രമല്ല ആ ഫിഗർ ഉണ്ടല്ലോ, ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് നമുക്ക് അയാളുടെ ബാക്കേ കാണാൻ പറ്റുന്നുള്ളൂ, പുറം തിരിഞ്ഞ് നിൽക്കുന്നതേ കാണാൻ സാധിക്കുന്നുള്ളൂ. സോ അയാളുടെ ഒരു റിഫ്ലക്ഷൻ പോലെ കാണാൻ സാധിക്കുന്നുള്ളൂ, അയാളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോക്കസ് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ ഒരു ഫിഗർ മെലങ്കളി അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷനെയാണ് കാണിക്കുന്നത്. മെലങ്കളി എന്ന് വെച്ചാൽ സാഡ്നെസ് അല്ലെങ്കിൽ ഒരു ഗ്ലൂമി പിക്ചറാണിത്. അടുത്തത് മാൻ ആൻഡ് വുമൺ കണ്ടംപ്ലേറ്റിംഗ് ദ മൂൺ എന്ന് പറഞ്ഞൊരു പിക്ചർ. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനും വുമണും രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുവാണ്, മൂണിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്, ഗേസിങ് അറ്റ് ദ മൂണാണ്. ഇതൊരു സീൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ്. അവിടെ എല്ലാം ട്രീസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം സ്കെലട്ടലാണ് അല്ലെങ്കിൽ ലീഫ്ലെസ് ആണ്, ഇലകളില്ലാത്ത ട്രീസാണ് നിൽക്കുന്നത്. ഈ മൂൺ ലൈറ്റ് എന്ന് പറയുന്ന വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല ഒരു ഡിവൈൻ ഗ്ലോ കൊടുക്കുന്നുണ്ട് ഈ ആളുകളുടെ മുഖത്തോട്ട്, അതുപോലെ തന്നെ സറൗണ്ടിങ്സിലോട്ടും. അതിൻ്റെ റിഫ്ലക്ഷൻ ഈ ആളുകളുടെ മുഖത്തോട്ടും സറൗണ്ടിങ്സിലോട്ടും റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ മൂൺ ലൈറ്റും ഈ ബാരൻ ട്രീസ് എന്ന് വെച്ചാൽ ലീഫ്ലെസ് ആയിട്ടുള്ള ഡ്രൈ ട്രീസും അതൊരു ബ്യൂട്ടിയും കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ നേച്ചറിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഹാപ്പൻ ചെയ്യുന്ന ചേഞ്ചസിനെയും കാണിക്കുവാണ്. നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പവർഫുൾ ആണ്, മിസ്റ്റീരിയസ് ആണെന്നും. പിന്നെന്താണ് ആ ട്രീലെസ് ലീഫ് എന്ന് വെച്ചാൽ ലീഫ്ലെസ് ട്രീ എന്ന് വെച്ചാൽ മീനിങ് എന്താ, ഇലകളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അത് കൊഴിഞ്ഞു പോയി. അപ്പോൾ അതെന്തിനാണ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ, ഒന്നും പെർമനൻ്റ് അല്ല, എല്ലാം ഇങ്ങനെ ചേഞ്ചിന് എന്താ പറയുക ചേഞ്ച് ആകും എന്നിങ്ങനെ പറയുവാണ്. അതുപോലെ തന്നെ ഈ ഫിഗേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ബാക്കിയുള്ള വേൾഡിൽ നിന്നും ഐസൊലേറ്റഡ് ആയിട്ട് ഒരു ആണും പെണ്ണും നിൽക്കുവാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഇൻറ്റിമേറ്റ് മൊമെൻറ്റ് ഓഫ് റിഫ്ലക്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. പിന്നെ ട്രീസ് ബെയറാണ്, ഡിം ലൈറ്റാണുള്ളത്. അപ്പോൾ ഒരു ഹോണ്ടിങ് അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഗോതിക് എലമെൻറ്റ്സ് ഇതിനകത്ത് ഉണ്ട്. പിന്നെ ഒരു ക്വയറ്റ് സ്റ്റിൽനെസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അവർ രണ്ടുപേരും അവരുടേതായിട്ടുള്ള തോട്ട്സിലും ഇമോഷൻസിലും മുഴുകി നിൽക്കുവാണ് ആ കപ്പിള്. പിന്നെ റൊമാൻറ്റിക് ആണ്, എന്നാൽ കുറച്ച് ഗ്ലൂമി ആയിട്ടുള്ള രീതിയിലാണ്. ലൈറ്റും ഉണ്ട്, ഷാഡോയും ഉണ്ട്, ഒരു മിസ്റ്ററിയും ഉണ്ട്, വേറെ രീതിയിലുള്ളൊരു കൈൻഡ് ഓഫ് ഇതുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നേച്ചറുണ്ട്, ഹ്യൂമൻ ബീങ്സ് വളരെ ചെറുതായിട്ടും സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ്, റൊമാൻറ്റിക് ഹീറോസിനെയാണ്, റൊമാൻറ്റിക് ആയിട്ടുള്ള സോളിറ്ററി ഫിഗേഴ്സിനെയാണ് ഇദ്ദേഹം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്.